ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരികയാണ്. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, പ്രചാരണ ദിവസങ്ങളിലൊന്ന് അല്ലേ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ജനങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തോടുകൂടി UDFൻ്റെ പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങൾ, ഈ സർക്കാർ ജനങ്ങളെ ദുരിതത്തിലാക്കിയത് ഞങ്ങൾ കുടുംബയോഗങ്ങളിലൂടെ, പൊതുയോഗങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രവർത്തകർ നടത്തുന്ന സ്ക്വാഡ് പ്രവർത്തനത്തിലൂടെ എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിച്ചിരുന്നു. സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാ വീട്ടിലും ഈ സർക്കാർ ചെയ്തൊരു തെറ്റിൻ്റെ ഇരയായ ഒരു പാവം ആള് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടും ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വെറുപ്പും പ്രതിഷേധവും അതിൻ്റെ വോട്ടും ചേരുമ്പോൾ വലിയ മാർജിനിൽ ഹരിയാണ ഷൗക്കത്ത് ജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്പർ പറയാനുള്ള സമയമായോ? ഒന്നും കൂടി ഒരു ഫീഡ്ബാക്ക് കൂടി കിട്ടാനുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം കൂടി പറയാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, PV അൻവർ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്; രണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ VD സതീശൻ നേതാവ് എടുത്താണ്. അക്കാര്യത്തിൽ അല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വെറുതെ ചർച്ചയാക്കുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ ഞങ്ങൾക്ക് അത് പിന്തുണ നൽകിയത്. ഇപ്പോൾ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. അന്ന് ചർച്ച ചെയ്യാത്ത വിഷയം എങ്ങനെ പുതിയ വിഷയമാണെന്ന്? അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാരിനോടുള്ള വെറുപ്പും വിദ്വേഷവും ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വിഷയം മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മുഖ്യമന്ത്രി. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലാണ് പുള്ളി പാലസ്തീൻ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കൊല്ലത്തിനിടയിൽ പാലസ്തീൻ നിന്ന് മിണ്ടിയത് ഇപ്പോൾ നിലമ്പൂർ വന്ന പിന്നെ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിലമ്പൂരിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം നിലമ്പൂരിൽ ചർച്ചയാക്കണമെന്നാണ്. മനസ്സിലായ? അതെന്തിനാ ആക്കണമെന്ന് പറയുന്നത്? മറ്റേ കാര്യം, പുള്ളിക്കുള്ള നെഗറ്റീവ്, അദ്ദേഹത്തിനുള്ള നെഗറ്റീവ് ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത്. അത് തന്നെയാണ് ഇവിടുത്തെ മതരാഷ്ട്രവാദികളല്ല എന്നുള്ള കാര്യം പറയേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടോ VD സതീശൻ? ഞങ്ങൾക്ക് പിന്തുണ നൽകി. അവർ ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകി. അതിനു മുമ്പ് വരെ 3 പതിറ്റാണ്ട് ആർക്കാ പിന്തുണ കൊടുത്തിരുന്നത്? ഞാൻ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഹാജരാക്കിയല്ല, അവരെ പറ്റി നല്ലത് പറഞ്ഞുകൊണ്ട്. അത് ചർച്ച ചെയ്യാം ആദ്യം. താങ്കളപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാണ്, മതരാഷ്ട്രവാദികളല്ല. ഞങ്ങൾ പറയാനുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അതല്ല ചർച്ച. ഗവൺമെന്റിനെതിരായിട്ടാണ്. PV അൻവർ നല്ല പ്രചാരണം നടത്തേണ്ട വലിയ ഫ്ലക്സും ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ആ തരത്തിൽ UDFന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു വോട്ട് ശതമാനം അദ്ദേഹം പിടിക്കുക? ഞങ്ങളുടെ ഒരു വോട്ടും പോകില്ല. അദ്ദേഹം 15 കൊല്ലമായിട്ട് LDFൻ്റെ CPMൻ്റെ സഹയാത്രികനാണ്. ഞങ്ങളുടെ സഹയാത്രികനായിരുന്നില്ല. ഞങ്ങളുടെ ഒരു വോട്ടും പോകില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടാണ്. അത് മുഴുവൻ കിട്ടും. പിന്നെ കുറേ മാർക്സിസ്റ്റുകാരും അടക്കം സർക്കാരിനോട് ദേഷ്യമുള്ള കുറേ ആളുകൾ. പാലക്കാട് കണ്ടില്ലേ, 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പാലക്കാട് ഇല്ല. ശരിക്കും പൊളിറ്റിക്കലായിട്ടില്ല. ഞങ്ങൾക്കൊരു 10,000 വരെ ഉള്ളു വോട്ട് ശരിക്കും. ബാക്കി കിട്ടിയതൊക്കെ ഈ നമ്മുടെ ഈ പെട്ടി സംഭവത്തിൽ ഈ ചെറുപ്പക്കാരായുള്ള നേതാക്കൾ കുറച്ചൊരു ആവേശം കൂടുതലുണ്ടായെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇല്ല, ചെറുപ്പക്കാർക്ക് ആവേശം വേണമല്ലോ. കുറച്ച് അബദ്ധമായി പോയ ആവേശം. ഏത് കാര്യമാണ്? നമ്മുടെ പെട്ടി പരിശോധനയ്ക്കായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് UDF ഒന്നും പറഞ്ഞു കണ്ടില്ല, താങ്കളും പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അടക്കം കാറ് പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞാൻ നിയമത്തിന് അതീതനല്ല. പക്ഷെ ഞങ്ങളുടെ മാത്രം പരിശോധിച്ചു. പിന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. ഒരു ലൈറ്റ് ഉണ്ട്, ആ ഉദ്യോഗസ്ഥൻ ആ ലൈറ്റ് കൊണ്ട് ആക്ഷൻ കാണിച്ച് ഷാഫി പറമ്പലിനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയും. എന്നിട്ട് താൻ ആ ഡിക്കി തുറക്കണമെന്ന് പറയും ഷാഫി പറമ്പലിനോട്. അല്ല, MP അല്ലേ? അത് താൻ ആ പെട്ടി എടുത്ത് പുറത്ത് വയ്ക്കാൻ പറയും. അത് താൻ ആ പെട്ടി തുറക്കണമെന്ന് പറയും ഷാഫി പറമ്പലിനോട്. അപ്പം മനഃപൂർവ്വം അല്ലാതെയും ചെയ്യാമല്ലോ. ഞാൻ എൻ്റെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. അവർ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി നിന്ന് ഞാൻ സഹായിച്ചു കൊടുക്കും പരിശോധനയ്ക്ക്. പക്ഷെ ഇതല്ല, ഞങ്ങളുടെ ആളുകളെ മാത്രം, ഞങ്ങളുടെ നേതാക്കളെ. കാരണം അവർ ടാർഗറ്റാണ് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും. കാര്യം അറിയാലോ, പഴയ പെട്ടി പാളിപ്പോയതാ. ഏത് തെറ്റുവല്ല, പാലക്കാടത്തെ പഴയ പെട്ടി പാളിപ്പോയതാ. അപ്പോൾ ഇവിടെയെങ്കിലും ഒന്ന് ശരിയാവാന്ന് നോക്കിയിട്ടൊന്ന് ഇറങ്ങിയതാ. അവരങ്ങനെ പ്രകോപിതരായില്ല. അവരെന്താ പറഞ്ഞത്? ഞങ്ങളെ മാത്രമായിട്ട് ഇത് ചെയ്യരുത്, മറ്റവരെ ചെയ്യണം, ഈ പണി വേണ്ട. അപ്പോൾ വീണ്ടും സൂചിപ്പിക്കാൻ ചെന്ന്. അങ്ങനെയല്ലേ? അപ്പോൾ അവരെ സൂചിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരല്ലേ? ഇപ്പം ഞാൻ പോലും പ്രതികരിക്കുന്ന പോലെ അവർക്ക് പ്രതികരിക്കാൻ പറ്റും. അവരെ അവമാനിക്കുന്ന പോലെ തോന്നി. അവരെ അവമാനിച്ചു, മനഃപൂർവ്വമായിട്ട് ചെയ്താണ്. ടാർഗറ്റ് ചെയ്ത് പിടിച്ച അവിടെ കിട്ടാത്ത പിറ്റിന്ന് ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് വന്നാണ്. വളരെ വളരെ നന്ദി. തിരക്കിനിടയിലാണ് VD സതീശൻ നമ്മളോട് സംസാരിച്ചത്.